ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹീറ്റ് ഇക്വേഷൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എസ് ടു മാത്സ് ജയിക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് നോക്കുന്ന രണ്ട് സാധനങ്ങളാണ് വേവിക്കേഷനും ഹീറ്റ് ഇക്വേഷനും. വേവിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലമാണ് നോക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഇക്വേഷനിലും വേവിക്കേഷനിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും സ്റ്റാർട്ടിങ്ങിൽ അല്ലേ. അപ്പോൾ 3 മാർക്കിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട് വേവിലും ഹീറ്റിനും കൂടിയിട്ട്, മനസ്സിലായോ? ആ 4 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഒന്ന്, വാട്ട് ആർ ദി അസംഷൻസ് ദാറ്റ് മെയ്ഡ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ. വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ ചെയ്യുന്ന അസംഷൻസ് എന്തൊക്കെയാണ്, അതാണ് ഒന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ. വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ്റെ പോസിബിൾ സൊല്യൂഷൻ എന്താണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനായിട്ട് ആ സ്റ്റാർട്ടിങ് ഡെറിവേഷൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബൗണ്ടറി കണ്ടീഷനൊക്കെ എഴുതുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ സ്റ്റെപ്പ് ഉണ്ട്, ആ പ്രൂഫിൽ വരുന്ന സ്റ്റെപ്പാണ്. അതുപോലെ തിയറി ചോദിക്കുന്ന എസ് എ ക്വസ്റ്റനായിട്ട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്താ, ഡെറിവേഷൻ ഓഫ് വേവിക്കേഷൻ, വേവിക്കേഷൻ്റെ ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3ൻ്റെ തിയറി നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുപോലെ മറ്റേ കുട്ടിയെ അയച്ചെന്ന ആ കുട്ടി അവളെ എഴുതിയ നോട്ട് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ ഹീറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ. ഹീറ്റ് ഇക്വേഷൻ്റെ പോസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് തിയറി ആയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ. വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എന്താണ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, സ്റ്റഡി സ്റ്റേറ്റിൻ്റെ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അധികം സ്റ്റെപ്പ് എഴുതണ്ട, ഈ പറഞ്ഞ തിയറി ഉപയോഗിച്ച് എഴുതുന്നതാണ്. അതിനുശേഷം ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എസ് എ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ചോദിക്കുകയാണെങ്കിൽ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്ര ചെറിയ സ്റ്റെപ്പ് എഴുതിയാൽ പോരാ, അതിന് വലിയ പ്രോബ്ലം ആയിട്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത്രയും പഠിക്കേണ്ടത്, തിയറി പഠിക്കേണ്ടത്. വേവിക്കേഷനും അതുപോലെ തന്നെ ഹീറ്റ് ഇക്വേഷനും നമ്മൾ പഠിക്കേണ്ട തിയറി ഇത്രയാണ്. ഓക്കെ, അത്രയും തിയറി നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തേക്ക് പോകാം. അത് എന്താണ്, അതുപോലെ ഡെറിവേഷനും ഹീറ്റ് ഇക്വേഷനും പഠിക്കണേ. ഹീറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷനും നോക്കണം കേട്ടോ, അതും ആ തിയറി ഇതിന് നോട്ട് തന്നിട്ടുണ്ട്. ചോദിക്കാൻ ചാൻസ് ഇല്ല, എപ്പോഴെങ്കിലും ഒരിക്കലാണ് ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി ഫുൾ ടൈമും പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയാം? അതായത് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു ഷീറ്റ്, ഒരു മെറ്റലിൻ്റെ റോഡോ ഷീറ്റോ എന്തെങ്കിലും എടുത്തു, ആ ഷീറ്റിനുണ്ടല്ലോ, ആ ഷീറ്റിനെ ഒന്ന് നമ്മൾ ചൂടാക്കുകയാണ്, ഹീറ്റ് ഇതേക്കൂടെ കടത്തി വിടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലേ, ടെമ്പറേച്ചർ ഇങ്ങനെ യൂണിഫോം ആയിട്ട് പോകും. ആ പോകുന്ന സമയത്ത് അത് ഒരു XY ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കാണ്, അതിനെ ഒരു XY ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇത്രയും സ്ഥലത്ത് സ്റ്റാർട്ടിങ് എന്താണ്, അതിൻ്റെ 0യും ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെ L എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും ഈ സൈഡിൽ? ഇതായിരിക്കും. അങ്ങനെ പോകുന്ന ടെമ്പറേച്ചർ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? അതിലുള്ള ഡിസ്റ്റൻസ്, എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെയും അതിൻ്റെ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടെമ്പറേച്ചർ മൂവ് ചെയ്യുക. അതിൻ്റെ അതായത് എക്സും ടിയും വരുന്ന, അതായത് ഡിസ്റ്റൻസിനും ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടെമ്പറേച്ചർ പോവുക. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ നമ്മളപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് U(x, T) എന്നാണ്. അതിനെ U(x, T) എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഫിസിക്സിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഭാഷയിലല്ല പറയുന്നത്, മാത്സിലേക്ക് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ഫുൾ തിയറി ഒന്നും പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഐഡിയ പറയണേ. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ഡിപ്പെൻഡിങ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. അപ്പോൾ ഈ കിട്ടുന്ന സൊല്യൂഷൻ നമ്മളപ്പോൾ വിളിക്കുന്നത്, നമ്മളിനി പ്രോബ്ലം മുഴുവൻ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് എക്സിലും ടിയിലുമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, എക്സിലും ടിയിലുമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ഒരു നിശ്ചിത ടൈമിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ എത്രമാത്രം ഹീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ടെമ്പറേച്ചർ 0 ഡിഗ്രിന്ന് തുടങ്ങിയിട്ട് എന്തായിരിക്കും 80 ഡിഗ്രി ഒക്കെ വരെത്തും, അല്ലെങ്കിൽ 20 ഡിഗ്രിന്ന് തുടങ്ങിയിട്ട് 80 ഡിഗ്രിന്നൊക്കെ വരെത്തും. പക്ഷേ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ.
ബട്ട് ഒരു പ്രത്യേക സിറ്റുവേഷനിലാകുമ്പോൾ ഇത് എ എന്ന് പറഞ്ഞൊരു എഡ്ജും ഇത് ബി എന്ന് പറഞ്ഞൊരു എഡ്ജാണെന്ന് വെക്കുക. ഈ എഡ്ജിനെ ഞാൻ 0 ഡിഗ്രി സെൽഷ്യസും ഈ എഡ്ജിനെ ഞാൻ 0 ഡിഗ്രി സെൽഷ്യസും ആക്കി മാറ്റുന്നു. ഓക്കെ, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് എഡ്ജിനെയും എന്താക്കുന്നു, 0 ഡിഗ്രി സെൽഷ്യസ് ആകും. അങ്ങനെ 0 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് യു ഓഫ് എക്സ് കോമ ടി എന്തായിരിക്കും എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദി ടെമ്പറേച്ചർ ഫംഗ്ഷൻ അറ്റ് എത്രയാണ്, രണ്ട് സൈഡും 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് എത്രമാത്രം ഹീറ്റ് ഉണ്ട്, എത്രമാത്രം ടെമ്പറേച്ചർ ഉണ്ട്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹീറ്റ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ ആക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, ഇതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ്. ഹെഡിങ് എഴുതുക, വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ ഈസ്, ഹീറ്റ് ഇക്വേഷൻ വിളിക്കുന്നതാണ് ∂U/∂T = A² ഇൻറ്റു, ചിലർ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത്, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, ∂2U/∂x². യുവിന് പകരം y ഒക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. രണ്ടും എന്താണ്, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒന്നുള്ളൂ, ∂U/∂Tയും അവിടെ ∂2U/∂x² ആണ്. ഓക്കെ, വേവ് ഇക്വേഷന്റെ കേസിൽ രണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. വേവ് ഹീറ്റും തമ്മിൽ വ്യത്യാസമാണ്. ഹീറ്റിൽ ഒരെണ്ണം ഫസ്റ്റ് ഡെറിവേറ്റീവും ഒരെണ്ണം സെക്കൻഡ് ഡെറിവേറ്റീവുമാണ്. ഓക്കെ ആണോ? ഇതാണ് എന്ത്, ഹീറ്റ് ഇക്വേഷൻ. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ ഈസ് ∂U/∂T = A² ഇൻറ്റു ∂2U/∂x². ആ A² എന്ന് വിളിക്കുന്നത് A² = K/C × ρ എന്നാണ്. K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി, C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്, റോ എന്ന് വിളിക്കുന്നത് എന്താണ്, ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്നാണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് ദ ഇതാണ്. ഇതാണ് നമ്മുടെ ഹീറ്റ് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഒരു ഭയങ്കര, നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വലിയൊരു ലെങ്തി പ്രോബ്ലം ആണ്. പ്രോബ്ലം നമ്മൾ വേവ് ഇക്വേഷൻ പഠിച്ചവർക്ക് ഇത് കുറച്ച് സിമ്പിളായിട്ട് തോന്നും, അല്ലാത്തവർക്ക് ആദ്യമായിട്ട് ഹീറ്റ് കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഹെഡിങ് എഴുതുക, അതിൻ്റെ പേര് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഫംഗ്ഷൻ. ഹെഡിങ് എഴുതുക, സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഫംഗ്ഷൻ. ഹീറ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് എഡ്ജിൻ്റെ, റോഡിൻ്റെ രണ്ട് എഡ്ജിൻ്റെ എയും ബിയും. സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഇവിടെ A ഡിഗ്രി സെൽഷ്യസും B ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഓക്കെ, A ഡിഗ്രി സെൽഷ്യസും B ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. പെട്ടെന്ന് ഇതിന് രണ്ടും എന്താക്കി മാറ്റണം, 0 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റണം. അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യനുമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യനുണ്ട്. അത് ദയവായി ആൻസർ ചെയ്യരുത്, ഞാൻ അത് പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഞാനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് വായിച്ചു തരാം. എക്സാമ്പിൾ ഇതാണ്, ഇതാ. A road 30 cm long has its end A and B kept at 20 degrees Celsius and 80 degrees Celsius respectively until steady state condition prevail. Okay, the temperature at each end is suddenly reduced to 0 degrees Celsius. So, temperature at each end is suddenly reduced to 0 degrees Celsius. അതായത് രണ്ട് സൈഡും എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റുന്നു എന്ന് പറയും. ആ പ്രോബ്ലം മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വേറെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ഇതാണ്. റോഡ് ഓഫ് ലെങ്ത് 30 സെൻറ്റിമീറ്റർ ആണ്. ഇതേപോലെ എയും ബിയും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 20 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ, 20 ഡിഗ്രിയാണ് 80 ഡിഗ്രി കണ്ടേക്കുന്നത് ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചിട്ട് ചിന്തിക്കരുത്. അതിൽ പറഞ്ഞേക്കുന്നത് സഡൻലി ദ ടെമ്പറേച്ചർ അറ്റ് എ ഈസ് റേസ്ഡ് ടു 60 ഡിഗ്രി. അതായത് 20 ഡിഗ്രി 80 ഡിഗ്രി ഉണ്ടായിരുന്നു, 20നെ പെട്ടെന്ന് ഞാൻ 60 ആക്കി മാറ്റുന്നു. ആൻഡ് ബി ഈസ് റെഡ്യൂസ്ഡ് ടു 40 ഡിഗ്രി, 40നെ ഞാൻ 40 ആക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യരുത്, ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഞാൻ പഠിപ്പിക്കുന്ന മോഡൽ ഏതാണ്, 20 ഡിഗ്രിനെ 0 ഡിഗ്രി ആക്കുന്നു, 80 ഡിഗ്രിനെ 0 ഡിഗ്രി ആക്കുന്നു. ആ ഒരു മോഡലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു മോഡലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ.
വേവിക്ക് ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു മോഡൽ വരുമ്പോൾ അറ്റൻഡ് ചെയ്യരുത്. ചോയ്സ് ആയിട്ട് അപ്പുറത്ത് മറ്റേ മോഡൽ ഉണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, ചോയ്സ് ആയിട്ട് എല്ലാ ക്വസ്റ്റനും ഉണ്ട്. ആ മോഡൽ മാത്രം എടുത്താൽ മതി. ചില ക്വസ്റ്റങ്ങളാണ് അത് ഉണ്ടായിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി എന്താന്ന് പറയാം, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ പറയണേ, താഴെ എഴുതാം. പറയട്ടെ, എഴുതാ. ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. In steady state, temperature is independent of time. Steady state temperature എന്താണ്? Independent of time ആണ്. ടൈമിന് ഇൻഡിപെൻഡൻ്റ് ആണ്. That is dou u by dou t equal to 0. dou u by dou t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. Implies ഈ ഹീറ്റ് ഇക്വേഷൻ അത് കൊടുത്താൽ എന്താ വരിക? ഈ സൈഡ് 0 ആയി. അപ്പോൾ ഈ സൈഡ് എന്താ വരിക? a square into dou square u by dou x square എന്തായി മാറി? 0. ഇതാണ് ഞാൻ പറഞ്ഞ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ എഴുതാനാണ് 3 മാർക്ക് ചോദിച്ചേക്കണേ. a square into dou square u by dou x square equal to 0 ആയി. Implies dou square u by dou x square equal to 0. താഴെ എഴുതാണ് ഇന്റഗ്രേറ്റിംഗ് 2 ടൈംസ്. ഇതിനെ ഇന്റഗ്രേറ്റിംഗ് 2 ടൈംസ്, 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. ഈ ഇക്വേഷനെ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റിംഗ് 2 ടൈംസ് വിത്ത് റെസ്പെക്ട് ടു x. വി ഗെറ്റ് u ഈക്വൽ ടു ax പ്ലസ് b എന്ന് കിട്ടും. എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ്. സ്റ്റഡി സ്റ്റേറ്റിന്റെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ എഴുതാണ്. u ഈക്വൽ ടു ax പ്ലസ് b. This is the steady state temperature, steady state solution of, this is the steady state solution of temperature function. This is the steady state solution of temperature function. 3 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എടുത്ത് എഴുതണേ. ഇത് u ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മളതിൽ t ഇല്ല, ടെമ്പറേച്ചർ ഇല്ല, ടൈം ഇല്ല. മനസ്സിലായി? ടെമ്പറേച്ചർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്, ടൈം ഇല്ല. അപ്പോൾ u ഓഫ് x, 0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ax പ്ലസ് b കേട്ടോ. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? u ഓഫ് x, 0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. u ഓഫ് x, 0 ഈക്വൽ ടു ax പ്ലസ് b. u ഓഫ് x, 0 ഈക്വൽ ടു ax പ്ലസ് b എന്നാണ്. അപ്പോൾ അതിൽ a കാണാൻ ഒരു ഫോർമുല ഉണ്ട്. a ഈക്വൽ ടു കാണാനുള്ളതാണ് b മൈനസ് a ബൈ എൽ. എയും ബിയും കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ഇതും ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. a ഈക്വൽ ടു b മൈനസ് a ബൈ എൽ, b ഈക്വൽ ടു ക്യാപിറ്റൽ A. ശ്രദ്ധിക്കുക, സ്മോൾ എയും സ്മോൾ ബിയും കാണാനുള്ള ഫോർമുലയാണ് കേട്ടോ. ഇപ്പോൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. ആദ്യം നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ നോക്കാം. 2016 ചോദിച്ചാണ്. എഴുതാം. ഫൈൻഡ് ദി സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ക്വസ്റ്റൻ എഴുതാണ്. ഫൈൻഡ് ദി സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റോഡ് ഓഫ് ലെങ്ത് 30 സെൻറ്റിമീറ്റർ, 30 കേട്ടോ, ഓഫ് ലെങ്ത് 30 സെൻറ്റിമീറ്റർ, having the ends at 20 degrees Celsius and 80 degrees Celsius. Having the ends at 20 degrees Celsius and 80 degrees Celsius respectively. 3 മാർക്കാണ്. 3 മാർക്കിൻ്റെ രീതിയിൽ എഴുതിയാൽ മതി. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പോൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ എത്ര 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കേട്ടല്ലോ? ഇപ്പോൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കാണ് വെച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ സ്റ്റെപ്പില്ലേ, ആ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ്റെ സ്റ്റെപ്പ് വരെ എഴുതണേ. അതായത് u ഓഫ് x, 0 ഈക്വൽ ടു ax പ്ലസ് b എന്ന് നിങ്ങൾ എഴുതിയില്ലേ, അതുവരെ സ്റ്റെപ്പ് നിങ്ങൾ അതന്നെ എഴുതണം കേട്ടോ. തൽക്കാലം ഞാനിപ്പോൾ എഴുതണില്ല, അതുവരെയുള്ള സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് a ഈക്വൽ ടു കാണാനുള്ള ഫോർമുല b മൈനസ് a ബൈ എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. b എത്രയാണ്? 80 മൈനസ് a എത്രയാണ്? 20 ബൈ എൽ എത്രയാണ്? 30. അപ്പോൾ 80 മൈനസ് 20 എത്രയാണ്? 60 ബൈ 30 ഈക്വൽ ടു 2. അതുപോലെ സ്മോൾ ബി കാണാനുള്ള ഫോർമുല ക്യാപിറ്റൽ എ
ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് 20. ഓക്കെ ആണോ? അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u of x, 0 ഈക്വൽ ടു എയുടെ വാല്യൂ 2x, ബിയുടെ വാല്യൂ 20. ഇതാ 2x plus 20. ഓക്കെ ആണോ? 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, സോറി 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇത് മാത്രമേ എഴുതിയാൽ 3 മാർക്ക് കിട്ടില്ല. ആദ്യം ഇതൊന്ന് ഡിറൈവ് ചെയ്ത് വെക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ഇല്ലേ, ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം, എന്നിട്ട് ഡോ യു ബൈ ഡോട്ട് ഈക്വൽ 0 കൊടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് 2 times v ഗെറ്റ് u ഈക്വൽ ടു, ആ ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് ഇത് എഴുതായിരിക്കും നല്ലത് കേട്ടോ. കാരണം 3 മാർക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് വേവിക്കേഷൻ്റെ എയ്റ്റിക്കേഷൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എഴുതാണ്. ഫൈൻഡ് ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ in a rod. Find the temperature distribution in a rod of length 2 meter, whose end points are maintained at temperature 0. Whose end points are maintained at temperature 0 and initial temperature f of x equal to 100 into 2x minus x square. 100 into 2x minus x square. Okay ആണോ? Find the temperature distribution of a rod. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഹീറ്റിക്കേഷനിൽ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുക്കുന്നത്. ശരിക്കും 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ലേ 0 ഡിഗ്രി എല്ലാത്തും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ ആണോ? ആ 2 ടൈപ്പിൽ ഒന്നാമത്തെ ടൈപ്പ് ഇതാണ്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ തരുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സ് തരും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം. സ്റ്റഡി സ്റ്റേറ്റിൻ്റെ പ്രോബ്ലത്തിൽ ഈ എഫ് ഓഫ് എക്സ് തരില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്കറിയാം ax plus b ആണ്. ഓക്കെ, എല്ലാ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ പ്രോബ്ലത്തിലും എഫ് ഓഫ് എക്സ് എന്താണ്? ax plus b ആയിരിക്കും. എയും ബിയും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു ഇക്വേഷൻ നമ്പർ സി എഴുതണ വരെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഹീറ്റിക്കേഷൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അത്രയും സ്റ്റെപ്പ് നമ്മളങ്ങനെ എഴുതി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ സ്റ്റെപ്പ് എങ്ങനെ എഴുതി പോവാണ്. അത് നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്യുക. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതിക്കോളൂ. ഹീറ്റിക്കേഷൻ്റെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അത്രയും സ്റ്റെപ്പ് നമുക്ക് ചുമ്മാ എഴുതി വയ്ക്കാം. അവസാനത്തിലൊരു ഇൻറ്റഗ്രേഷൻ മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ സ്പീഡിലാണ് സ്റ്റെപ്പ് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ ഹീറ്റിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് കിട്ടിക്കഴിഞ്ഞാൽ താഴെ എഴുതാം. ഹീറ്റിക്കേഷൻ ഈസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഹീറ്റിക്കേഷൻ്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇത്രയും സ്റ്റെപ്പ് എഴുതാം കേട്ടോ. താഴെ എഴുതാണ്. ബൗണ്ടറി ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ ഒന്നാമത്തെ കണ്ടീഷനാണ് യു ഓഫ് 0, t ഈക്വൽ ടു 0. പറഞ്ഞത് ഓർമ്മയുണ്ടോ? 2 എഡ്ജ് എയും ബിയും. ഇവിടെ 0, t, അവിടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആക്കും. അടുത്ത രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത് അടുത്ത എഡ്ജ് യു ഓഫ് എൽ, t ഈക്വൽ ടു 0. ഈ ഒരു എഡ്ജ് യു ഓഫ് എൽ, t ആണ്, അത് ഈക്വൽ ടു 0. വേവ് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. അവിടുത്തെ സെയിം കണ്ടീഷൻ തന്നെയാണ്. യു ഓഫ് 0, t ഈക്വൽ 0, യു ഓഫ് എൽ, t ഈക്വൽ 0. മൂന്നാമത്തെ കണ്ടീഷൻ യു ഓഫ് എക്സ്, 0. ഇതാണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, അത് എഫ് ഓഫ് എക്സ്. വേവില് ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാവും. 8ൽ 3 ഉള്ളൂ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എത്രയാണ്? 100 into 2x minus x square. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. ഓക്കെ, ബൗണ്ടറി ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ ആണോ? എല്ലാ പ്രോബ്ലത്തിലും ഇത് എഴുതേണ്ടതാണ്. എഫ് ഓഫ് എക്സ് മാത്രമേ മാറുള്ളൂ. ഇത് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വരിക? എഫ് ഓഫ് എക്സ് ax plus b എന്ന് വരും കേട്ടോ. എഫ് ഓഫ് എക്സ് എന്താണ് വരിക? ax plus b എന്ന് വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ എഴുതി പോകാം കേട്ടോ.
ഇനി എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഏതാണ്? സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ഈസ് u of x, t equal to, എല്ലാത്തിനും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്, സ്റ്റാർട്ടിങ്ങിൽ എഴുതേണ്ടതാണ്, c1 cos px പ്ലസ് c2 sin px. വേവ് പഠിച്ചവർക്ക് ഇത് കുറച്ച് സിമ്പിളായിട്ട് തോന്നും. ഇത് തന്നെയാണ് വേവിൽ എഴുതുന്നത്. ഇൻറ്റു ഇവിടെ ഒരു ശരി മാറ്റേണ്ട, വേവിൽ ഇതല്ല, അതിന് പകരം വേറെയാണ് കേട്ടോ. c3 e raised to minus p square a square t. ശ്രദ്ധിക്കുക, വേവില് ഇവിടെ മാറ്റേണ്ട, വേവില് c3 ഇല്ല, വേറെയാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കണം. ഒരുമിച്ച് എഴുതി പോവാ. ഞാൻ എഴുതാനായിട്ട് കൂടെ തന്നെ എഴുതി പോവാട്ടോ. ഓക്കെ, ഒപ്പം വരുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യണം? അപ്ലൈ കണ്ടീഷൻ 1. വേവ് കണ്ടതുകൊണ്ട് നിനക്ക് ഈസി ആയിരിക്കും. അപ്ലൈ കണ്ടീഷൻ 1 കൊടുക്കണം. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? u of 0, t equal to 0. നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ, നേരത്തെ എഴുതിയ ബൗണ്ടറി കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ എഴുതാണ്. എന്താണ് പറയുന്നത്? ഈ ഇക്വേഷനിലെ ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷനിലെ എക്സിന് പകരം എന്ത് കൊടുക്കാനാ പറഞ്ഞേക്കണത്? 0 കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുക. അപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട് c1 cos 0 plus c2 sin 0 into c3 e raised to minus p square a square t equal to 0. ഈ ഒരു ടേമിൽ cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇനി എന്ത് മാത്രമേ ഉള്ളൂ? c1 മാത്രമേ ഉള്ളൂ. c1 ഇൻറ്റു ഈ ഒരു ടേം c3 e raised to minus p square a square t equal to 0. ഈ ഒരു ടേം ഒരിക്കലും 0 ആകാൻ ചാൻസ് ഇല്ല. രണ്ട് പ്രോഡക്റ്റ് 0 വരണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്തായാലും 0 ആയി പോകണം. ഇതൊരിക്കലും 0 ആകില്ല, കാരണം ഇ റേസ്റ്റിൻ്റെ ടേം നോൺ 0 വാല്യൂ ആണ്. ഇതൊരിക്കലും 0 ആകാത്ത ഒരു വാല്യൂ ആണ് ഇ റേസ്റ്റ്. ഓക്കെ, അപ്പോൾ 0 ആകാൻ ചാൻസ് ഉള്ളത് ആര് മാത്രമാണ്? എംപ്ലോയീസ് c1 ഈക്വൽ ടു 0. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലം പഠിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാലും ഇല്ലെങ്കിലും c1 ഈക്വൽ ടു 0യിലേക്ക് എത്തിക്കുക. വേവിലും സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേവിലും അതിലും c1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ ആണോ? നമ്മൾ ആ c1 ഈക്വൽ ടു 0 കിട്ടിയ വാല്യൂല്ലേ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ എ. ഒന്നാമത്തെ ഇക്വേഷനായ എയിൽ നമ്മൾ c1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്യുന്നത്? ഒന്നാമത്തെ ഇക്വേഷനിലെ c1 ഈക്വൽ ടു 0 കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് 0 ആയി പോയി, ഇത് 0 ആയി പോയി. അപ്പോൾ u of x, t ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? ഇനി c1 ഇല്ല, ആര് മാത്രമേ ഉള്ളത്? c2 sin px എന്ന് വന്നു. c2 sin px ഇൻറ്റു c3 e raised to minus p square a square t എന്നായി. ഓക്കെ ആണോ? c2 sin px ഇൻറ്റു c3 e raised to minus p square a square t എഴുതി അതിനൊരു ബോക്സ് ആക്കി വയ്ക്കുക. അതിന് ഇക്വേഷൻ നമ്പർ b എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ എഴുതി, ഒന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് c1 ഈക്വൽ ടു 0 കിട്ടി. അത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ b എന്ന് വിളിച്ചു. ഓക്കെ ആണോ? ആ ഇക്വേഷൻ ഏതാ? ആ, റെക്കോർഡിംഗ് ആണ്. എന്ത് പറ്റി? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അയച്ചു തരാം. ആ, ഇത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ പറയുന്നത്. ആ, കുഴപ്പമില്ല. ഓക്കെ, ആ, നമ്മളെന്ത് ചെയ്യണം? അപ്ലൈ, ഇതിലെന്ത് ചെയ്യുന്നു? അപ്ലൈ കണ്ടീഷൻ 1, സോറി കണ്ടീഷൻ 2. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? u of l, t equal to 0. നമ്മൾ ഇന്ന് വേവിൽ ചെയ്തത് തന്നെയാണ്. പക്ഷേ ഓക്കെ അല്ലേ? വേവിൽ നമ്മൾ ചെയ്തതാണ്. വേവിലുള്ളത് അതിലായിരുന്നു, അതിൽ പോയി. അപ്പോൾ വേവിലുള്ള പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും വേവ് ഇക്വേഷനിൽ ക്ലാസ്സിൽ ഇരുന്നതാണെന്ന് തോന്നുന്നു. വേവിലുള്ള പോലെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? c2 sin pl ഇൻറ്റു c3 e raised to minus p square a square t equal to 0.
അപ്പോൾ ഈ ഒരു ടേം എന്താണ്? ഈ ഒരു ടേം സീറോ ആവില്ല. സീറോ ആകാൻ ചാൻസ് എന്താണ്? C2 sin PL ഈക്വൽ ടു 0. C2 sin PL ഈക്വൽ 0. ശ്രദ്ധിക്കുക, C2 sin PL ഈക്വൽ 0 വന്നു. അപ്പോൾ C2 ഒരിക്കലും 0 ആകാൻ ചാൻസ് ഇല്ല. മനസ്സിലായോ? C2 കൂടി 0 ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ആൻസർ 0 ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇംപ്ലൈസ് എന്ത് കൊടുക്കണം? sin PL ഈക്വൽ ടു 0. sin PL ന് 0 കൊടുക്കും. ശ്രദ്ധിക്കുക, sin തീറ്റ 0 ആകുന്നത് എവിടാ? sin nπ എന്ന് വരുമ്പോഴാണ് എപ്പോഴും 0 വരിക അല്ലേ? PL ന്റെ അവിടെ nπ വരുമ്പോഴാണ് 0 വരിക. അപ്പോൾ ഇംപ്ലൈസ് നമുക്ക് എന്ത് കൊടുക്കാം? ഇംപ്ലൈസ് PL കാണുന്ന സ്ഥലത്ത് nπ വരുമ്പോഴാണ് 0 വരുന്നത്. ദാറ്റ് ഈസ് P ഈക്വൽ ടു nπ/L. ഓക്കെ, P ഈക്വൽ ടു nπ/L എന്നാണ് കിട്ടി തൽക്കാലം. ഓക്കെ, P ഈക്വൽ ടു nπ/L കിട്ടി. അത് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ ബി. നമ്മൾ വേവിൽ ഇത് തന്നെയാണ് കിട്ടിയത്. അതാണ് പറഞ്ഞത്, രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാലും ഇല്ലെങ്കിൽ എന്ത് തന്നെ എഴുതണം? P ഈക്വൽ ടു nπ/L നമ്മൾ എത്തിച്ചേരണം കേട്ടോ. ഓക്കെ, യൂട്യൂബിൽ ഈ വീഡിയോ സ്റ്റോപ്പ് ആയണേ. 27 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ഫോൺ സ്റ്റോപ്പ് ആവും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.